പുതുചരിത്രം കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ ബി.ജെ.പി. മേയറായി വി രാജേഷ് ചുമതലയേറ്റു. കോർപ്പറേഷനിലെ 47ാമത്തെ മേയറായാണ് രാജേഷ് ചുമതലയേറ്റത്. ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച വി രാജേഷ് മേയറായി ചുമതലയേറ്റപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് ബി.ജെ.പി. നേമം കൗൺസിലർ M.R. ഗോപനാണ് വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. VG ഗിരികുമാർ പിന്താങ്ങി. 51 വോട്ടുകൾ നേടിയാണ് വി രാജേഷ് മേയർ സ്ഥാനം കരസ്ഥമാക്കിയത്. നഗരവികസനത്തിനായി മറ്റ് കൗൺസിലർമാരോടൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 50 ബി.ജെ.പി. അംഗങ്ങളുടെയും കണ്ണമ്മൂലയിൽ നിന്നും ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ വോട്ടുമാണ് വി രാജേഷിന് ലഭിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ വി രാജേഷിന്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാനർ ഉയർത്തി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. നഗരസഭാങ്കണത്തിൽ കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തി. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് ആകെ 29 വോട്ടുകൾ ലഭിച്ചു. UDFന്റെ KS ശബരിനാഥന് 17 വോട്ടുകളാണ് ലഭിച്ചത്. ഒപ്പിട്ടതിലെ പിഴവ് മൂലം കോൺഗ്രസിന്റെ 2 വോട്ട് അസാധുവായി. KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. കൗൺസിലിലെ മുതിർന്ന അംഗമാണ് ക്ലീറ്റസ്. വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുകയാണ്. NDA 50, LDF 29, UDF 19, മറ്റുള്ളവർ 2 എന്നിങ്ങനെയാണ് കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനില. അമൃത ന്യൂസ്, തിരുവനന്തപുരം.